എടാ മണിയാ, നീ ഇങ്ങനെ തേരാപ്പാര നടക്കാതെ ജീവിതത്തിൽ ചില ലക്ഷ്യബോധമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഇന്നലെ നല്ല ലക്ഷ്യബോധത്തോടെയായിരുന്നു സിറ്റി ബസ്സിൽ കേറിയത്. എന്താ ഉണ്ടായത്? നാട്ടുകാര് നന്നായി കൈവച്ചു, അത്രമാത്രം. നീ എന്താ ഈ പറയുന്നത്? ബസ്സിന്റെ മുമ്പിലേ ഒരു അമ്മച്ചി നിപ്പുണ്ടായിരുന്നു. കഴുത്ത് കിടക്കുന്നത് 10 പവന്റെ മാല. ഇതാണോ ലക്ഷ്യബോധം? അതെ, പക്ഷേ ഏറ്റില്ല. അതിനു മുന്നേ അമ്മച്ചിക്ക് ലക്ഷ്യബോധം വന്നു. നന്നായി എന്നിട്ടങ്ങ് പെരുമാറി. ദൈവമേ, നീ ഇങ്ങനെ ആയിപ്പോയല്ലോടോ. വല്ല കൗൺസിലിങ്ങിനും കൊണ്ടുപോകുന്നതാ നല്ലത്. എവിടെ കൊണ്ടിട്ടാലും ഞാൻ നന്നാകാൻ പോകുന്നില്ല ശശിയേട്ടാ. എടാ, നിനക്ക് നിന്റെ പഴയ പണി തന്നെ തുടർന്ന് ചെയ്തൂടെ? ഏത്? ആ ഡ്രൈവർ ജോലിയോ? അവരെന്നെ ഇനി ജോലിക്കെടുക്കുമെന്ന് എനിക്കൊട്ടും പ്രതീക്ഷയില്ല. നീ ആ മാളികയിലെ ജോണിക്കുട്ടിയുടെ ഡ്രൈവർ അല്ലായിരുന്നോ? നിന്നെ തിരിച്ചെടുക്കാൻ ഞാൻ അവനോട് പറയാം. ആണോ? ചേട്ടനെ ദൈവം അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാ. പിന്നെ ഒരു കാര്യം, ജോലി സമയത്ത് നീ മദ്യപിക്കരുത്. മോഷണത്തെ കുറിച്ച് നീ ചിന്തിക്കുക പോലും ചെയ്യരുത്. ശരി ശരി ശരി. എല്ലാത്തിനും ഒരു ചിട്ട വേണം. രാവിലെ എഴുന്നേറ്റ് 5 കിലോമീറ്റർ എങ്കിലും നടക്കാൻ പോണം. നിന്റെ ഈ കൊടവേറൊക്കെ കുറയട്ടെ. ഞാൻ നടക്കാൻ പോകാറുണ്ടല്ലോ. 5 കിലോമീറ്റർ ദൂരെയുള്ള ആ പരമൻചേട്ടന്റെ ചായക്കടയില്ലേ, അവിടം വരെ ഞാൻ നടക്കും. പോകണ്ട മണിയാ, ഞാനും രാവിലെ നടക്കാൻ പോയതാ. ഒരു ചാവാലിപ്പട്ടി എന്നെ ഓടിച്ചിട്ടങ്ങ് കടിച്ചു. ഭയങ്കര പട്ടിശല്യമാണെന്നേ. നീ പേടിക്കണ്ടടാ. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ മുനിസിപ്പാലിറ്റിക്കാർ പിടിച്ചു കൊണ്ടുപോകുമെന്നാ വാർത്ത. ചായ കുടിക്കാനാണെന്ന് പറഞ്ഞ് രാവിലെയുള്ള സവാരി ഇനി വേണ്ട കേട്ടോ. നമ്മൾ തന്നെ സൂക്ഷിക്കണം.